Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാറേ, ഇന്ന് നമുക്ക് US മാർക്കറ്റ് ഇന്നലെ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് തന്നെ ഒന്ന് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ബ്രന്റ് ക്രൂഡ് ഇപ്പോഴൊരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ ഒരു നേരിയ ഇടിവും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ ബ്രന്റ് ക്രൂഡിന്റെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് $66. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $62 ആയിരിക്കണം. കാര്യം ആ ഒരു ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് ടേം ട്രെൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സാർ, ഈ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് നമുക്ക് ഇന്നിപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 0.35% ഒരു നേട്ടമാണ് നിലവിൽ ഇന്ന് ഗോൾഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ ഇപ്പോൾ 3343 എന്നൊരു ലെവലിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്വർണത്തിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 3450. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് സ്വർണത്തിൽ കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $3308 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറും. ഇന്നത്തെ മാർക്കറ്റിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 25,000 എന്നൊരു നില തിരികെ പിടിച്ചൊരു നിഫ്റ്റി 50 കാണാൻ സാധിച്ചത്. ഇന്നലെ 25,079 എന്നൊരു നില ഒരു ടച്ച് ചെയ്തതിനു ശേഷം പിന്നീട് അല്പം താഴ്ന്ന മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആയിട്ടായിരുന്നു ഒരു സെക്കൻഡ് സെഷനിലേക്ക് ഒരു ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും 25,001 എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായത്. അതായത് 148 പോയിന്റിന്റെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി 50യുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 25,150. എന്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 250 മുതൽ 300 പോയിന്റിന്റെ നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നലെ 173 പോയിന്റിന്റെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 55,572 എന്നൊരു നിലയിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ഇന്നലെ ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ ഏകദേശം 55,875 എന്നൊരു നില ടച്ച് ചെയ്തതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഏപ്രിൽ 23 ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ചു 56,098 പോയിന്റ്. സോ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് കഴിഞ്ഞ 5 ആഴ്ചത്തെ ഒരു കൺസോൾട്ടേഷന് ശേഷം നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. So at the moment, നമ്മളെ നിഫ്റ്റി ഹെവി വെയ്റ്റ്സ് particularly HDFC Bank, Axis Bank, ICICI Bank, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ സ്റ്റോക്സിലൊക്കെ ആയിരിക്കണം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് KEC ഇന്റർനാഷണലിനെ പറ്റിയാണ്. ഇന്നലെ നോക്കുമ്പോൾ ഒരു മികച്ച മുന്നേറ്റം, ഏകദേശം 5% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും Q4 റിസൾട്ട് വന്നപ്പോൾ KEC ഇന്റർനാഷണലിന് അറ്റാദായത്തിൽ ഏകദേശം 76% ഒരു വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. കൂടാതെ വരുമാനത്തിലും 11% ഒരു ഉയർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. ഏതായാലും ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഏപ്രിൽ ലാസ്റ്റ് വീക്ക് തൊട്ട് ഒരു വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക്. പല വീക്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു മാസം ഓൾറെഡി ഒരു 23% നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KECയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? KECയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് 1313 രൂപ. അതിനുശേഷം കഴിഞ്ഞ ഒരു 3-4 മാസങ്ങളായിട്ട് വലിയൊരു കറക്ഷൻ ആയിരുന്നു KEC നേരിട്ടത്. ബട്ട് ഏപ്രിൽ മാസത്തിന് ശേഷം നമുക്കൊരു കൺസോൾട്ടേഷൻ, പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 920 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും.
സർ, ഇനി നമുക്ക് അറിയേണ്ട ഒരു സ്റ്റോക്ക് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇന്നലെ ഒരു 4% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. 602 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 വീക്കുകളിലായി ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ലാഭം ഇപ്പോൾ Q4 വന്നപ്പോൾ 11.2 കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ ബജാജ് ഹൗസിംഗ് ഫിനാൻസിന് സാധിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ സ്റ്റോക്കിൽ ഒരു മാറ്റമുണ്ട്. ബജാജ് ഹെൽത്ത് കെയർ ആണ്. ബജാജ് ഹെൽത്ത് കെയറിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഓക്കെ, ബജാജ് ഹെൽത്തിലോട്ട് വരുന്നതിന് മുൻപ് നമുക്ക് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് തന്നെ ഒന്ന് പരിചയിക്കാം. സോ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു. ബട്ട് ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ ഗ്രാജുവൽ ആയിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റും അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. അറ്റ് ദ മൊമെന്റ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ കേസിൽ നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 126 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 129, 132, 135. ബജാജ് ഹെൽത്തിന്റെ കേസിൽ ദിസ് ഇസ് ലിസ്റ്റഡ് ബോത്ത് ഓൺ NSE ആൻഡ് BSE. ആൻഡ് ബജാജ് ഹെൽത്തിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഒരു ഹെൽത്തി കറക്ഷൻ ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ടു സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 620 രൂപ. ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള 2 റെസിസ്റ്റൻസ് ലെവൽ 660, 680, 700. ഇനി അറിയേണ്ടത് നസാര ടെക്നോളജീസിനെ കുറിച്ചാണ്. ഏതായാലും ഇതിൻ്റെ ഒരു Q4 വന്നപ്പോൾ ഒരു കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 90% ഒരു വളർച്ച ഈ ഒരു 4ാം പാദത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയെങ്കിൽ തന്നെ നിലവിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാസത്തിൽ ഒരു പോസിറ്റീവായ ഒരു ക്ലോസിംഗ് എടുത്ത സ്റ്റോക്ക് ഈ ഒരു മാസം ഓൾറെഡി ഒരു 25% നേട്ടം നൽകിയ ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നസാര ടെക്നോളജീസിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നസാര ടെക്നോളജിയുടെ കേസിൽ നമുക്ക് ഈ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 980 രൂപയിലായിരുന്നു ബ്രേക്ക് ഔട്ട്. അതിനുശേഷം കഴിഞ്ഞ ദിവസം 1320 രൂപ വരെ നമുക്ക് കറക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നേട്ടം നൽകിയിരുന്നു. സോ ഇന്നലെ മെഞ്ഞാന്ന് നമ്മൾ കണ്ടിരിക്കുന്നു ഇറ്റ് ഈസ് എ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1140 രൂപ. ആ ഒരു റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിച്ചാൽ ദാറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. HDFC ലൈഫിനെ കുറിച്ചാണ് ഇനി അറിയേണ്ടത്. ഇന്നലെ ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിയുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. 780 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഫാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 3 മാസമായിട്ട് സ്റ്റോക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു മാസം ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് കൂടിയുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യണോ? സാറിന്റെ ഒരു വ്യൂ എന്താണ്? തീർച്ചയായിട്ടും ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും നമുക്ക് ഇന്നലെ ആയിരുന്നു ഈ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത് 786 രൂപയിലാണ്. സോ നാച്ചുറലി നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കാം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 750 മുതൽ 760 രൂപ വരെ. ആൻഡ് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. അതേസമയം നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് നോക്കുമ്പോഴും നമുക്കൊരു ബുള്ളിഷ് അണ്ടർടോണാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SBI ലൈഫിന്റെ കേസിൽ റിക്കവറി HDFC ലൈഫിന്റെ അത്രയും ശക്തമല്ല. ഇതുവരെ അത്രയും ശക്തമായിട്ടുള്ള റിക്കവറി അല്ല. SBI ലൈഫിന്റെ കേസിൽ 1840, 1920 ഇത് രണ്ടുമായിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. എക്സൈഡ് ഇൻഡസ്ട്രിയാണ് ഇനി അറിയേണ്ടത്. ഇന്നലെ 1.2% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആയിരുന്നു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 386 നമുക്കൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ജൂണിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത് കഴിഞ്ഞ. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തുടരെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് എന്തായാലും ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു 35% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ലെവലിലാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ഞാൻ എക്സൈഡിലോട്ട് വരുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ശ്രദ്ധ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലോട്ടും കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, LIC ഓഫ് ഇന്ത്യ. നമ്മൾ LICയുടെ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന നോട്ട് ഓൺലി നിഫ്റ്റി 50 ബട്ട് SBI ലൈഫ്, ICICI പ്രൊഡൻഷ്യൽ, HDFC ലൈഫ് മുതലായ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ കഴിഞ്ഞ 2-3 മാസത്തിനിടെ അണ്ടർ പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും മാർച്ച് മാസത്തിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഗ്രാജുവൽ ആയിട്ട് ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്.
അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിരുന്നു. ആൻഡ് ലോങ് ടേം ട്രെൻഡിൽ നോക്കുമ്പോഴേക്കും സ്റ്റോക്ക് ഇന്നലത്തെ ക്ലോസിംഗിൽ നമുക്ക് അതിന്റെ ഒരു വളരെ വളരെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 880 രൂപയുടെ വളരെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 880. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ 2 റെസിസ്റ്റൻസ് 920, അതിനുശേഷം 950. എക്സൈഡ് ഇൻഡസ്ട്രിയുടെ കേസ് വരുമ്പോഴേക്കും എക്സൈഡ് ഇൻഡസ്ട്രി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ട്രേഡിംഗ് പർപ്പസിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 390 രൂപ, അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 400, 420. 420ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. മഹാബാങ്കിനെ കുറിച്ചാണ് ഇനി അറിയേണ്ടത്. മഹാബാങ്ക് നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.35% ഇടിവിൽ 51 എന്നൊരു നിലയിലാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് ക്ലോസ് ചെയ്ത് കാണാൻ സാധിക്കും. നമ്മുടെ ഒരു ഓൾ ടൈം ഹൈ നോക്കുമ്പോൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ജൂണിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഒരു 25% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ലെവലിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മഹാബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 52 രൂപ 50 പൈസ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. നമ്മൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനോടൊപ്പം വേറെ ചില സ്റ്റോക്സും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ 39 രൂപ 50 പൈസ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള 2 റെസിസ്റ്റൻസ് 45, 48. അതിനോടൊപ്പം തന്നെ നമുക്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ കേസിൽ 33 രൂപ 50 പൈസ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 42 രൂപ. യൂക്കോ ബാങ്കിന്റെ കേസിൽ സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യൂക്കോ ബാങ്കിന്റെ കേസിൽ 33 രൂപ 50 പൈസ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 38 രൂപ 50 പൈസ. സാർ, ഇനി നമുക്ക് അടുത്ത് അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സോന BLW എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. നിലവിൽ 1.47% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിംഗിൽ കാഴ്ചവെച്ചത്. 545 നമുക്കൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിൽ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു സ്റ്റോക്ക് എടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു 13% നേട്ടം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? So Sona BLW is a small cap stock, and ഈ സ്റ്റോക്കിൽ ഏപ്രിൽ മാസത്തിന് ശേഷം നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. നമുക്ക് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 580 മുതൽ 600 രൂപ വരെ. ഇന്നത്തെ ട്രേഡിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓൺ മൊബൈൽ ലിമിറ്റഡിനെ പറ്റിയാണ് ഇനി അറിയേണ്ട ശ്രമിക്കുന്നത്. ഓൺ മൊബൈൽ ഗ്ലോബൽ ലിമിറ്റഡ് നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ 3.3% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിംഗിൽ കാഴ്ചവെച്ചത്. 57 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു വീക്കിലി ട്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഒന്നും സ്റ്റോക്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളായി കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഓൺ മൊബൈലിന്റെ കേസിൽ 2022 മുതൽ നമുക്ക് ഹെവി സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ ഓൾ ടൈം ഹൈ ഏകദേശം 190-95 ആ റേഞ്ചിലാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് സെല്ലിങ്ങിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് മാറിയിരുന്നു. ബട്ട് മാർക്കറ്റിൽ നമ്മൾ കാണുന്ന ഓവറോൾ റിക്കവറിയെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിലും നേരിയൊരു സ്പെക്കുലേറ്റീവ് ബൈയിങ് നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡിംഗ് പൊസിഷൻ നോക്കാവൂ. ഇതിന്റെ കേസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന സപ്പോർട്ട് ഏരിയ 52 മുതൽ 55 രൂപ വരെ. ഹഡ്കോയെ പറ്റിയാണ് ഇനി അറിയേണ്ടത്. ഇന്നലെ 4.6% ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ഒരു ജൂലൈയിൽ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് സ്റ്റോക്കിൽ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. പിന്നീട് ഒരു ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത് മാർച്ച് മാസത്തിലായിരുന്നു. പക്ഷെ അതിനുശേഷം മാർച്ച്, ഏപ്രിൽ, പിന്നെ ഈ 3 മാസം ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ ഇപ്പോൾ ഹഡ്കോ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഹഡ്കോയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹഡ്കോയുടെ കേസിൽ ഡിസ്ക്ലോഷർ പേഴ്സണലി എനിക്ക് ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് ഹഡ്കോയുടെ എസ്പെഷ്യലി കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും
നമുക്ക് ബ്രേക്ക് ഔട്ടിന് ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് അതിന്റെ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 220 രൂപയുടെ മുകളിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ് 250, 260, 275. ഇനി പരാസ് ഡിഫൻസിനെ പറ്റിയാണ് അറിയേണ്ടത്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 0.76% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തി. എന്നിരുന്നാൽ തന്നെയും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞൊരു 3 മാസങ്ങളിലായിട്ട് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു മാസം ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയും കൂടി ഈ ഒരു സ്റ്റോക്ക് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലുള്ള ഒരു ഇടിവ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വീക്കിലിയൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിൽ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു എടുത്തിരുന്നത്. പരാസ് ഡിഫൻസിൽ ഇനി എന്താണ് താങ്കളുടെ ഒരു വ്യൂ? പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുമോ അതൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടോ സ്റ്റോക്കിന്? പരാസ് ഡിഫൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 1535 ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുമെങ്കിൽ 1688 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1825, 1900 ഇത് രണ്ടും ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. ഇനി FACTയെ പറ്റിയാണ് അറിയേണ്ടത്. FACT നോക്കുമ്പോൾ ഇന്നലെ 2.8% ഒരു നേട്ടത്തിൽ 925 എന്നൊരു നിലയിലാണ് നമുക്കൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളിലായി ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിന് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വീക്കിലും കഴിഞ്ഞൊരു വീക്കിലും കൂടി നോക്കുമ്പോൾ ഏകദേശം ഒരു 30% മുകളിലേക്ക് ഒരു റിട്ടേൺ സ്റ്റോക്ക് ഓൾറെഡി നൽകി കഴിഞ്ഞിരിക്കുന്നു. FACTയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? FACTയുടെ കേസിൽ ഒരു വലിയൊരു കറക്ഷന് ശേഷം വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് FACTയുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1080 രൂപയിലാണ് കാണുന്നത്. നമ്മൾ FACTയെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് നമ്മൾ ഇതിനോടൊപ്പം പഠിക്കേണ്ട ചില സ്റ്റോക്സ്. ആദ്യം തന്നെ മദ്രാസ് ഫെർട്ടിലൈസർ. മദ്രാസ് ഫെർട്ടിലൈസറിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ആയിട്ടുണ്ട്. ഈ സ്റ്റോക്കിലെ 102 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 102 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 108, 114. ഇന്നലെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിച്ചു. GNFCയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 580. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലും നമുക്ക് വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. ഇനി അറിയേണ്ടത് നമുക്ക് റിയൽറ്റി സെക്ടറിൽ നിന്നുള്ള DLFനെ പറ്റിയാണ്. DLF 0.17% ഒരു നേട്ടത്തിൽ 777 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ സ്റ്റോക്ക് ഒരു 15% നേട്ടം രേഖപ്പെടുത്തിയാണ് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. DLFൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? DLFന്റെ കേസിൽ വളരെ മേജർ ഒരു കറക്ഷന് ശേഷം നമുക്ക് വീണ്ടും ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ മെയ് മാസത്തിൽ 620 നിന്നും ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്ക് ഏകദേശം 790 രൂപ വരെ നേട്ടം ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിലെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് സുസ്ലോണിനെ പറ്റിയാണ് അറിയേണ്ടത്. സുസ്ലോൺ നോക്കുമ്പോൾ ഇന്നലെ 3.47% ഒരു നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയത്. 64 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 മാസങ്ങളിൽ കഴിഞ്ഞൊരു 2 മാസങ്ങളിൽ നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസത്തിൽ ഇപ്പോൾ ഒരു 14% ഒരു നേട്ടം ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞു. സുസ്ലോണിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുസ്ലോണിന്റെ കേസിൽ ഇന്നലത്തെ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 68, 71, 75 ആയിരിക്കും. ബട്ട് കറന്റ് ലെവൽസിൽ നമ്മൾ ശ്രദ്ധിച്ചു വേണം ലോങ് പൊസിഷൻസ് എടുക്കാൻ. കാര്യം കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ ഒത്തിരി നേട്ടം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് PC ജുവലർ ലിമിറ്റഡിനെ കുറിച്ചാണ് അറിയേണ്ടത്. PC ജുവലർ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ 1% ഒരു ഇടിവിൽ 12 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് നമുക്ക് സ്റ്റോക്കിൻ്റെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മന്തുകളായി ഒരു ചെറിയ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? PC ജുവലറിന്റെ കഴിഞ്ഞ 1.5 വർഷത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും
കാര്യമായിട്ട് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും എനിക്ക് ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്നതായിട്ട് എനിക്കൊരു ഫീലിംഗ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ലോങ് പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 15 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് അറിയേണ്ടത് ABRELനെ പറ്റിയാണ്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒക്ടോബറിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവായിരുന്നു നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുന്നുണ്ട്. ഓൾറെഡി ഒരു 30% ഇടിവ് എന്നുള്ളൊരു നിലയിൽ ആ ഒരു ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആദിത്യ ബിർളയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ട് കാണുന്നത്. സ്റ്റോക്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 2340 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ സ്റ്റോക്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള 2 മേജർ റെസിസ്റ്റൻസ് 2440, അതിനുശേഷം 2530. സർ, നമുക്കിനി അറിയേണ്ടത് നാരായണ ഹൃദയാലയെ പറ്റിയാണ്. 3% ഒരു നേട്ടമാണ് സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിംഗിൽ രേഖപ്പെടുത്തിയിരുന്നത്. 1776 ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു നേട്ടം രേഖപ്പെടുന്നുണ്ട് സ്റ്റോക്ക് തുടർച്ചയായി. മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തുള്ള രീതിയിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാരായണ ഹൃദയാലയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NHന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഇതിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 1880 രൂപയ്ക്ക് അടുത്ത. സോ ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഒത്തിരി മുന്നേറ്റം ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സിൻകോം ഫോർമുലേഷൻ ആണ്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ 2.36% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയായിട്ട് മനസ്സിലാക്കുന്നത്. സ്റ്റോക്കിൽ ഇപ്പോൾ 22% ഒരു നേട്ടം ഓൾറെഡി ഒരു മാസം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? So Simcom Formulations is a small cap stock and ഈ സ്റ്റോക്കിന്റെ ഒരു ലോങ് ടേം ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ 2-3 മാസത്തിനിടെ ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിംഗിൽ വീണ്ടും ഈ സ്റ്റോക്കിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 20 രൂപ 50 പൈസ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 20 രൂപ 80 പൈസ, 22 രൂപ 50 പൈസ, 23 രൂപ 24 രൂപ 20 പൈസ, 25 രൂപ 90 പൈസ. ഇനി നമുക്കൊരു വാച്ച് ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്ക് CDSL ആണ്. CDSL ഇന്നലെ 0.45% ഒരു നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയത്. ഡിസംബറിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലത്തെ ഒരു ട്രേഡിംഗ് ആണ് സ്റ്റോക്ക് കാഴ്ചവെച്ചത്. എന്നാൽ നമുക്ക് നോക്കുമ്പോൾ മാർച്ച്, ഏപ്രിൽ, പിന്നെ ഈ ഒരു മാസം ഇപ്പോഴൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു റിവേഴ്സ് രീതിയിലോട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് മന്ത്ലി ചാർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? CDSLന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ട് കാണുന്നത്. ഇതിലൊരു നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. സോ നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1494 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് ലെവൽ 1560, 1600, 1640, 1700. അറിയേണ്ടത് നാഷണൽ അലൂമിനിയത്തെ പറ്റിയാണ്. ഇന്നലെ നോക്കുമ്പോൾ 0.16% ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 183 എന്നുള്ളൊരു പ്രൈസിലാണ് ഒരു ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മാസം ഇപ്പോൾ കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങളിലെ ഇടിവിന് ശേഷം ഈ ഒരു മാസം ഓൾറെഡി ഒരു 17% നേട്ടം രേഖപ്പെടുത്തിയ നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. നാഷണൽ അലൂമിനിയത്തിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നാഷണൽ അലുമിനിയത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ട് കാണുന്നത്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ ഒരു സ്റ്റോക്കിലും ഫോം ചെയ്യുന്നതായിട്ട് കാണുന്നത്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 190 രൂപ. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് ലെവൽ 201, 212, 222. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റും അനാലിസും മൈഫിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഏതായാലും നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരി എക്സ്പേർട്ട് ഒപ്പീനിയനും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും കാണാൻ വേണ്ടി മൈഫിൻ TVയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോ കാണാൻ വേണ്ടി ഇവിടെ തന്നെ തുടരുക. സ്റ്റേ ട്യൂൺഡ്.